നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇന്ത്യയുടെ ശബ്ദം കേൾക്കാൻ ലോകം ഇന്ന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രവാസികൾ ഇന്ത്യയുടെ സന്ദേശവാഹകരാണെന്നും ലോകത്ത് പലയിടത്തും തലയുയർത്തി നടക്കാൻ സാധ്യമാക്കിയതിന് പ്രവാസികളോട് നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി ഭാരതീയൻ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ വളരെ വേഗം മുന്നോട്ട് സഞ്ചരിക്കുകയാണെന്നും 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ എവിടെയാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസികളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് ഗോൾഡൻ അവറിൽ പണരഹിത ചികിത്സയ്ക്ക് പദ്ധതി വേണമെന്ന ഉത്തരവുമായി സുപ്രീംകോടതി. പരിക്കേറ്റത്തിന് തൊട്ടു പിന്നാലെയുള്ള സമയത്ത് ചികിത്സാ നിഷേധം അനുവദിക്കാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിനോടാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർച്ച് 14-നകം വിജ്ഞാപനം ഇറക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 7:54 മരണം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 വർഷത്തിലധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മലയാളികളുടെ ഭാവഗായകൻ P. ജയചന്ദ്രൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ 9:30 പൂങ്കുന്നത്ത് ചക്കാമുക്ക് തട്ടേക്കാട്ട് ലൈൻ തറവാട് വീട്ടിലേക്ക് കൊണ്ടുവരും. 12 മണി മുതൽ സംഗീത അക്കാദമിയുടെ റീജിയണൽ തിയേറ്റർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. നാളെ രാവിലെ 9 മണി മുതൽ ചേന്ദമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായി 1944 മാർച്ച് 3-ന് എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീടാണ് ഇരിങ്ങാലക്കുട പാലിയത്തിലേക്ക് താമസം മാറ്റിയത്. ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു ഒന്നാമത്. മഞ്ഞമലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രഗാനം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ജയചന്ദ്രൻ 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. ഭാര്യ ലളിത, മക്കൾ ലക്ഷ്മി, ദിനാനാഥൻ. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെ വിമർശിച്ച് മുൻ മന്ത്രി G. സുധാകരൻ. ബോബി ചമ്മണ്ണൂരിന് പണത്തിൻ്റെ അഹങ്കാരമെന്നും എന്തും ചെയ്യാമെന്ന തോന്നലാണെന്നും അദ്ദേഹം പറഞ്ഞു. അടി കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടാണെന്നും ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ തല്ലിയേനെയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ബോബിയെ പരനാറിയെന്ന് വിശേഷിപ്പിച്ച G. സുധാകരൻ ഇതുപോലുള്ള വൃത്തികേട് നടക്കുന്ന കേരളം എല്ലാത്തിനും ഒന്നാമത് പറഞ്ഞു നടക്കുന്നതിനെയും ചോദ്യം ചെയ്തു. നടി ഹണി റോസിൻ്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെതിരെ പോലീസിന് നിരവധി തെളിവുകൾ ലഭിച്ചുവെന്ന് കൊച്ചി സെൻട്രൽ ACP K. ജയകുമാർ. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ഹാജരാക്കുമെന്നും ബോബി ചമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ പരിഗണനയിലുണ്ടെന്നും ACP പറഞ്ഞു. നടിയുടെ പരാതി സിനിമാ പ്രചരണം ലക്ഷ്യമിട്ടല്ലെന്നും ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ACP പറഞ്ഞു. എന്നാൽ മാപ്പ് പറയാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ബോബി. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ബോബി ചമ്മണ്ണൂരിൻ്റെ പ്രതികരണം. നടി ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച് ബോബി ചമ്മണ്ണൂരിന് അനുകൂലമായി ചാനൽ ചർച്ചകളിൽ രംഗത്തെത്തിയ സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വറിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി ഹണി റോസ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം
അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും ആ പ്രശ്നങ്ങളെ നിർവീര്യമാക്കും എന്നാണ് ഹണി റോസ് പറയുന്നത്. രാഹുൽ ഈശ്വറിന് മുന്നിൽ വരേണ്ട സാഹചര്യമുണ്ടായാൽ താൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളാമെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ പലതും ഉൾവനത്തിലാണ് നടക്കുന്നതെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ബോധവൽക്കരണം വേണമെന്നും മന്ത്രി പറഞ്ഞു. വനനിയമത്തിൽ പരിഷ്കാരം വേണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായമെന്നും വനനിയമ ഭേദഗതി നടപ്പിലായില്ലെങ്കിൽ നിലവിലെ നിയമം തുടരുമെന്നാണ് അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ നിയമസഭയിൽ മാത്രമേ ഇനി ചർച്ച നടക്കൂവെന്നും മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തനിക്ക് തൃപ്തിയുണ്ടെന്നും എന്നാൽ ഭേദഗതി മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും നന്ദിയും കടപ്പാടുമുണ്ടെന്നും പെരിയ ഇരട്ടക്കൊലക്കേസ് ശിക്ഷ മരവിപ്പിക്കപ്പെട്ട CPM നേതാവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ കണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവർക്ക് CPM കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചില്ല. 14 ദിവസത്തേക്ക് ബോബി ചമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാനാണ് കോടതി ഉത്തരവ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി പറഞ്ഞത്. ഉത്തരവ് കേട്ട ബോബി ചമ്മണ്ണൂർ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. തുടർന്ന് ബോബിയെ കോടതി മുറിയിൽ നിന്നും വിശ്രമിക്കാൻ അനുവദിച്ച റിമാൻഡിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജയിലിലേക്ക് മാറ്റി. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാകുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രതി വ്യാപാര പ്രമുഖനാണെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി ബോബി ചമ്മണ്ണൂരുമായി പോലീസ് വാഹനം കാക്കനാട്ട് ജയിലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ബോബിക്കൊപ്പമുണ്ടായിരുന്ന ആളുകൾ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു. ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതികരിച്ച് പരാതിക്കാരിയായ നടി ഹണി റോസ് ഒരു യുദ്ധം ജയിച്ചതിൻ്റെ ആഹ്ലാദമൊന്നും അല്ലെന്നും ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരുടെയും വേദനയിൽ താൻ ആഹ്ലാദിക്കുകയില്ലെന്നും നടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചമ്മണ്ണൂരിന് ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയായ നടി ഹണി റോസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ നിർണായക രഹസ്യമൊഴി. 164 വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ബോബി ചമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന. ബോബി ചമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോയ പോലീസ് വാഹനം തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുക്കും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന് വിലയിരുത്തിയാണ് പോലീസ് നടപടിക്ക് ഒരുങ്ങുന്നത്. എറണാകുളം ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ബോബി ചമ്മണ്ണൂർ അനുകൂലികൾ വാഹനം തടഞ്ഞത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.